അങ്ങനെ ഗോൾഡൻ ബൂട്ട് റേസിലും ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിലും എംബപ്പെ വീണ്ടും ഫസ്റ്റ് ആയിരിക്കുകയാണ്. ഇന്നലത്തെ ലൂസേഴ്സ് ഫൈനലിൽ എംബപ്പെ സ്കോർ ചെയ്തത് 2 ഗോളാണ്. ഇംഗ്ലണ്ട് 4 ഗോൾ ഫസ്റ്റ് ഹാഫിൽ അടിച്ച്, സെക്കൻഡ് ഹാഫിൽ ഫ്രാൻസ് 4 അടിക്കുന്നു, ഇംഗ്ലണ്ട് വീണ്ടും 2 അടിക്കുന്നു. അങ്ങനെ ടോട്ടൽ സ്കോർ 6-4, 10 ഗോളാണ് ആ മാച്ചിൽ വന്നത്. 60-ാം മിനിറ്റിൽ 1 ഗോൾ അടിച്ചിട്ട് ബസ് പാർക്ക് ചെയ്ത ഇംഗ്ലണ്ട് കഴിഞ്ഞ മാച്ചിൽ 4 ഗോൾ അടിച്ചിട്ട് വീണ്ടും അറ്റാക്കിയാണ്. അത്രയും ഫ്രീ മൈൻഡഡ് ആയിട്ടാണ് രണ്ട് ടീമും ആ ഒരു മാച്ചിനെ കണ്ടത്. ജയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഡിഫൻസൊന്നും അത്ര ഫോക്കസ് ചെയ്തിട്ടില്ല. രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക്, ചെറപറ ഗോള്. ഇനി ഗോൾഡൻ ബൂട്ട് മെസ്സിക്ക് കിട്ടണമെങ്കിൽ മെസ്സി ഫൈനലിൽ അറ്റ്ലീസ്റ്റ് 2 ഗോൾ സ്കോർ ചെയ്യണം. മെസ്സി ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസിലും നോക്കൗട്ട് മാച്ചസിലും കളിച്ച രീതി രണ്ടും രണ്ടാണ്. ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസിൽ ഒരു കംപ്ലീറ്റ് ഗോൾ സ്കോററായിട്ടാണ് മെസ്സി കളിച്ചത്. കൂടുതലും ഗോളുകൾ അടിച്ചത് ഗ്രൂപ്പ് സ്റ്റേജിലാണ്. നോക്കൗട്ട് മാച്ചിലേക്ക് എത്തിയപ്പം മെസ്സി ആ ഒരു പഴയ മെസ്സിയായി മാറിയിട്ടുണ്ട്. കംപ്ലീറ്റ് പ്ലേ മേക്കിംഗ് സ്റ്റൈലിലേക്ക് മെസ്സി പോയിട്ടുണ്ട്. ഈ നോക്കൗട്ട് മാച്ചസ് റീസെൻ്റ് ആയിട്ടുള്ളത് എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഇനി ഫൈനലിൽ ഓപ്പണൻ്റ് ആയിട്ടുള്ളത് സ്പെയിനാണ്. സ്പെയിൻ നമുക്ക് എത്രത്തോളം ശക്തരായ ടീമാണ്. അപ്പോൾ ഒരിക്കലും മെസ്സി ഒരു ഗോൾ സ്കോറർ എന്നുള്ള റോളിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഒരു സിമ്പിളായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ടീമല്ല സ്പെയിന്. അപ്പോൾ ഇവിടെ മാക്സിമം മെസ്സി ആ ഒരു പ്ലേ മേക്കിംഗ് റോളിലേക്കാണ് പോകാൻ ചാൻസ്. അങ്ങനെ നോക്കുമ്പോൾ മെസ്സി ഗോൾ സ്കോർ ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത്ര എളുപ്പത്തിൽ ഗ്രൂപ്പ് സ്റ്റേജസിൽ ഗോൾ സ്കോർ ചെയ്തിട്ട് മെസ്സി എന്തായാലും ഗോൾ സ്കോർ ചെയ്യാൻ ചാൻസ് കുറവാണ്. സോ ദി ഗോൾഡൻ ബൂട്ട് കിട്ടാൻ ചാൻസ് എംബാപ്പയ്ക്ക് തന്നെയാണ്. ബട്ട് ദി ഗോൾഡൻ ബോൾ ബെസ്റ്റ് പ്ലെയർ വിൽ ബി മെസ്സി ഓഫ് കോഴ്സ്.